അതേ അറിയത്തുള്ളൂ. യേശുവിനെ പറ്റി അറിഞ്ഞ എന്തോ പറഞ്ഞേ? മോനൊന്ന് എഴുന്നേറ്റ് പറഞ്ഞേ, എന്തോ പറഞ്ഞെന്ന് ഉച്ചവരെ. പറയും അദ്ദേഹം പറയും. അവരോട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞേ. എന്തേലും പറഞ്ഞാൽ മതി. ഒന്നും അറിയത്തില്ല. ആഹാ, ഇന്ന് അവൻ നല്ലോണം ശ്രദ്ധിക്കണം മോനെ. ബാ ഇവിടെ വന്നിരിക്കും. ബാ 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 ഇനി വാ. ഇവിടെ ബാ. ഉച്ചവരെ കേട്ടത് എന്തുവാണെന്ന് ആർക്കും ഒരു ഓർമ്മയില്ല. ഇത്രയേ ഉള്ളൂ. ആ ബിരിയാണിക്ക് അത് ദഹിച്ചു പോയി. അല്ല, ഉച്ചവരെ കേട്ടതല്ല. അല്ലേ? യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, നമ്മളെല്ലാരും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? യേശുക്രിസ്തു എന്തിനാ മരിച്ചേ? നമുക്ക് വേണ്ടി. എന്തായിരുന്നു യേശുക്രിസ്തു വന്ന് മരിക്കേണ്ടതായ ഒരു കാരണം? സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് വേണ്ടി മരിക്കണം എന്നുള്ള അത്യാവശ്യകത എന്തായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്? വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ലായിരുന്നു, അല്ലേ? കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളായിരുന്നു. കാരണം കർത്താവ് മാത്രമേ ഉള്ളായിരുന്നു പെർഫെക്റ്റ് നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മള് ഉച്ചവരെ കേട്ടത് നമ്മുടെ അപ്പനമ്മയെ സ്നേഹിക്കണം, അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കണം, എല്ലാത്തിനും ഉപരി ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതായിരുന്നു. എങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കും? എങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ദൈവത്തെ സ്നേഹിക്കണം, യേശുപ്പായെ സ്നേഹിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നില്ല സ്നേഹിക്കാൻ. കാരണം ഫോൺ ഇങ്ങോട്ട് വരുമ്പോ എപ്പോഴും ഫോണിനകത്തെ ഗെയിംസും സിനിമയും അതിനകത്ത് യൂട്യൂബിനകത്ത് വീഡിയോസും കാണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലേ? നമുക്ക് ഗെയിം കളിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ കർത്താവിനെ പറ്റിയുള്ള ഒരു ബുക്കും, അല്ലെങ്കിൽ പോട്ടെ, ബുക്ക് വേണ്ട, ഒരു CD അല്ലെങ്കിൽ ഒരു പെൺഡ്രൈവ്, അതിനകത്ത് മുഴുവനും യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജീവചരിത്രമാണ്. നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, അതൊക്കെ ശരിയാണ്. ഞാൻ ഇതൊരു കയ്യിൽ നിങ്ങളുടെ തരുവാണ്. അതുപോലെ തന്നെ മറ്റേ കയ്യിൽ, അല്ല, മറുവശത്ത് ഞാൻ BTSന്റെയോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയ ഏറ്റവും വലിയ ട്രൂപ്പിന്റെയോ പാട്ട്, അല്ലെങ്കിൽ അതിന്റെ സിനിമയുടെയോ വല്ല CD അല്ല എന്റെ പെൺഡ്രൈവോ തരികയാണ്. നിങ്ങൾ ഇതിനകത്ത് ഏതെടുക്കും? യേശുവിന്റെ സ്നേഹമുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് ഇത് കണ്ടിട്ട് പിന്നെ യേശുവിനെ സ്നേഹിക്കുക, അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലേ? യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. യേശുവിനെ പോയിട്ട് വീട്ടിൽ അമ്മയെ സ്നേഹിക്കാനും അച്ഛനെ സ്നേഹിക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാനിനി എങ്ങനെ യേശുവിനെ സ്നേഹിക്കും? ഇല്ലേ? എങ്ങനെ സ്നേഹിക്കും നമ്മൾ യേശുവെ? എങ്ങനെ യേശുവപ്പായെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയും? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കേണ്ട വന്നിട്ടില്ല. എന്നാൽ നമ്മൾ രാവിലെ തൊട്ട് കേട്ടത് ചേസങ്ങളും അജലങ്ങളും ഒക്കെ പറയുന്നത് വെച്ചിട്ട് നമ്മൾ യേശുവപ്പായെ സ്നേഹിക്കണം, യേശുവപ്പായെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ്, ആ ജീവിതം നമ്മളിൽ നിന്ന് വരണം എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടത്, അല്ലേ? പക്ഷെ ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് ആർക്കും അറിയുന്നില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ രാവിലെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോന്ന് അറിയുന്നില്ല. അങ്ങനല്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരാൾക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് പറയാം എങ്ങനെയാണ് യേശുവപ്പായെ സ്നേഹിക്കുന്നതെന്ന്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് ചോക്ലേറ്റ് ഉണ്ട്. രാവിലെ വൈകിട്ടും പ്രാർത്ഥിച്ച് ബൈബിൾ പറയുന്ന പോലെ ജീവിച്ചിട്ട്. ഓക്കെ, ഒരാൾ ഉത്തരം പറഞ്ഞു. കള്ളം പറയരുത്. വേറെ ആരെങ്കിലും ഉണ്ടോ? പാപം ചെയ്യരുത്. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാ ഞാൻ എന്റെ കാര്യം പറയട്ടെ. ഞാൻ യേശുവപ്പായെ സ്നേഹിക്കാൻ കുറെ ശ്രമിച്ചതാണ് ഒരു കാലത്ത്. ഞാൻ യേശുവിനെ പറ്റി സുവിശേഷം കേട്ട് വിശ്വസിച്ച് യേശു എന്നെ സ്നേഹിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ യേശുവിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കാൻ, കർത്താവിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തെന്നറിയോ? 20
21 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു നേരം ആഹാരം കഴിക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയാമോ? എന്നിൽ നിന്ന് ഈ എന്ത് വേണം? ഞാൻ കള്ളമൊന്നും ചെയ്യരുത്, അപ്പനും അമ്മയോ അല്ലെങ്കിൽ ആരോട് മോശമായിട്ടൊന്നും സംസാരിക്കരുത്, തെറ്റൊന്നും ചെയ്യരുത്, നല്ല സ്നേഹത്തെ എല്ലാവരോടും ഇടപെടണം, നല്ല ജീവിതം ചെയ്യിക്കണം, കേൾക്കുന്നു, വചനം പഠിക്കുന്നു, അപ്പൊ സുവിശേഷം കേൾക്കുന്നു. അതൊക്കെ ഒരു ഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. അപ്പം എന്റെ ലൈഫില് ഞാൻ ഇതേ എന്തുവാ പറയുന്നത്, ചെറുപ്രായത്തില് ഇതേ പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള രീതിയിൽ തന്നെയാണ് ഞാനും ജീവിച്ചു വളർന്നത്. പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് എന്റെ ലൈഫിൽ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അതെങ്ങനെയാണ് എന്നിലുണ്ടായത്? നിങ്ങളിൽ അതെങ്ങനെ ഉണ്ടാകുന്നത്? നിങ്ങൾക്കും എങ്ങനെ മാറാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് യേശുവിനെ പോലെ അല്ലെങ്കിൽ യേശുവയുടെ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്, സ്നേഹിക്കാൻ കഴിയുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന്റെ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചേ, നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുകയാണ്, അപ്പനെ സ്നേഹിക്കുകയാണ്, കൂട്ടുകാരെ സ്നേഹിക്കുകയാണ്. അമ്മയെ നിങ്ങൾക്ക് കൊടുക്കുന്ന അല്ല നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുവാണെങ്കിൽ, അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അമ്മ എന്നോട് അത് പറഞ്ഞപ്പോ എനിക്ക് അനുസരിക്കണം ഞാൻ. കാരണം ഞാൻ എന്നെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം ആണ് കർത്താവ് യേശോബ പറഞ്ഞത് ബൈബിളില്, നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കണം എന്നുള്ളൊരു കൽപ്പന പറഞ്ഞത്. ഈ സ്നേഹം നിറഞ്ഞു വരുമ്പോൾ അവിടെ പാവമില്ല. അപ്പൊ ദൈവത്തോട് നമ്മൾ സ്നേഹിക്കുമ്പോഴായാലും ആ മനുഷ്യനോടുള്ള സ്നേഹമാണ് അത് ഒരേ രീതിയിലാണ് വരുന്നത്. ദൈവത്തെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ, നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ അതുപോലെ തന്നെ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കപ്പെടും. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരും നമ്മുടെ ഉള്ളില് എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ ഈ ദൈവത്തിന്റെ ജീവനില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ ജീവന്റെ അനുഭവം ഒന്നും പറ്റില്ല. അതായത് നമ്മളിൽ നിന്ന് നീതിയായതൊന്നും പറ്റില്ല. യേശുക്രിസ്തുവിനെ പോലുള്ള ലൈഫൊന്നും നമ്മളിൽ വരത്തില്ല. കാരണം നമ്മളിൽ യേശുവിന്റെ ജീവനല്ല ഇരിക്കുന്നത്, നമ്മളിൽ നമ്മുടെ ജീവനായിരിക്കുന്നത്. അതായത് മോന്റെ അപ്പന്റെ പേരെന്തുവാ? കുമാർ. അപ്പം എബി എന്നല്ലേ പേര്? എബി ഗോഡ്സൺ. എബി ഗോഡ്സൺ ജനിച്ചത് കുമാറും അമ്മയുടെ പേര് സരോജിനിയിൽ നിന്നുമാണ് ജനിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുമാർ ബ്രദറിനും സരോജിനിയും പേര് ഉണ്ടാകുന്ന മകന് ആരുടെ സ്വഭാവം വരുന്നേ? അച്ഛന്റെ സ്വഭാവമല്ലേ വരുന്നേ? യേശുവപ്പയുടെ സ്വഭാവം വരുമോ? വരുന്നില്ല. അപ്പൊ ഞാനിവിടെ നിന്ന് പറയണം, മോൻ യേശുവപ്പയെ പോലെ സ്നേഹിക്കണം എന്ന് പറയുമ്പോ മോനെ എങ്ങനെ ആറ് സ്വഭാവം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ? അപ്പന്റെ സ്വഭാവമല്ലേ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ? അത്രേ പറ്റത്തുള്ളൂ. ഇനി എത്രയൊക്കെ പരിശ്രമിച്ചാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ കഴിയും? ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് തെറ്റൊന്നും ചെയ്യാതെ യേശുവപ്പ ജീവിച്ചതുപോലെ ഒരു കർണം തടിച്ച് കഴിഞ്ഞാൽ മറുകർണം കാണിച്ചു കൊടുക്കാനൊക്കെ ശ്രമിച്ച് ഉരുണ്ട് വീണാലും നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ മുട്ടായി എടുത്തോണ്ട് ആരെങ്കിലും പോയാലും കുഴപ്പമില്ല, എന്നാ രണ്ടും എന്റെ പാനിന്റെ പോക്കറ്റിലൂടെ രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു, അതുകൂടെ നീ എടുത്തോ എന്നൊക്കെ പറയാൻ കഴിയും. അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. നമ്മളിൽ നിന്ന് ആ ലൈഫ് കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തില്ല. കാരണം എന്താ? കാരണം നമ്മൾ ജനിച്ചത് ഇങ്ങനൊരു, അതായത് അപ്പനിൽ നിന്നായതുകൊണ്ട് ആ അപ്പന്റെ സ്വഭാവം അപ്പനെ അല്ലെങ്കിൽ അപ്പനെയാണ് ജനിച്ചത്, അപ്പനെ നിന്ന്. എല്ലാവരെയും ജനനം തുടക്കം എവിടായിരുന്നു? ഞാൻ പറഞ്ഞ ആദിമ മനുഷ്യനായ ആദാമിൽ നിന്നായിരുന്നു. ആദാം പാപം ചെയ്തപ്പോ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും പാപം ചെയ്തു. ഇനി പ്രത്യേകിച്ച് ചെയ്തില്ലേലും നമ്മൾ പാപികളാ. എങ്ങനെ ഇരിക്കുന്നു? ഇനി നല്ലത് ഇപ്പം വെള്ളമടിക്കാതിരുന്നാലും പാപി തന്നെ, സിനിമ കാണാതിരുന്നാലും പാപി തന്നെ, ഗെയിം കളിക്കാതിരുന്നാലും പാപി തന്നെ. ഇതിൽ നിന്ന് ഒരു രക്ഷയുമില്ല. അപ്പൊ ഈ ജന്മത്തിൽ നമുക്ക് നന്നാവാൻ കഴിയത്തില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല,
കുറച്ച് കഴിഞ്ഞേ മനസ്സിലാവത്തുള്ളൂ. കുറച്ച് പ്രായമൊക്കെ ആയി, എന്റെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ മനസ്സിലാവും, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ ചെറുപ്രായത്തിൽ സൺഡേ സ്കൂളിലെ പാസ്റ്ററൊക്കെ പറയുന്നിട്ട് ഞാൻ കുറെ ശ്രമിച്ചു. അത് കഴിഞ്ഞ് വളർന്നു വന്നപ്പം കുറെ പാസ്റ്റർമാർ എന്നോട് ഉപദേശിച്ചു, അതൊക്കെ പറഞ്ഞ് ഞാൻ ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ എന്തുവായി? ഒരു ഭാരമായി. ഈ ക്രിസ്തീയ ജീവിതം എന്തൊരു ഭാരമാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ എത്ര ഫ്രീഡമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് മാത്രം ടി വി കാണാൻ പറ്റത്തില്ല, ഫോണിൽ അധിക നേരം കളിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വിശ്വാസി വരണ്ടായിരുന്നു എന്ന് വരെ ചിന്തിച്ചു, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. കാരണം നമ്മളെ കൊണ്ട് ഇത് നിയന്ത്രിക്കാനോ രക്ഷപ്പെടാനോ കഴിയത്തില്ല. ഈ ജന്മത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്താണ് ബൈബിൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നാണ് ബൈബിൾ പറയുന്നത്? നമുക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം. ഈ 3-ാം അധ്യായത്തിലുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നമ്മൾ ഈ പറയുന്ന 10 കൽപ്പനകളില്ലേ? 10 കൽപ്പനകൾ അറിയാം പഴയ നിയമത്തില്? അല്ല, അത് പറയണ്ട. ദൈവം നമുക്ക് നിയമം നടത്തുന്നത് അറിയാമല്ലോ. ആ നിയമം നമ്മൾ അനുസരിക്കണമെന്ന് അറിയാമോ? അനുസരിച്ചില്ല നമ്മൾ തെറ്റിപ്പോ പാപം ചെയ്യും, നമ്മൾ നരകത്തിൽ പോകുന്നൊക്കെ അറിയാമല്ലോ. പക്ഷേ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നമ്മളെ പോലുള്ള ദൈവം പറഞ്ഞ എല്ലാം അനുസരിക്കുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച ആരാധന കൂടുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വചനം കാണാതെ പറയുന്നുണ്ടായിരുന്നു, കൈയടിച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും പ്രവർത്തിയാൽ എല്ലാം അനുസരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ നിയമവും അനുസരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ യേശു കർത്താവ് അദ്ദേഹത്തോട് പറയുന്നതാണ് നിങ്ങളുടെ സത്യം. യോഹന്നാന്റെ സുവിശേഷം 3:3. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞതിന് മുമ്പ് നമ്മുടെ ഈ ജന്മം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആവാൻ കഴിയില്ല. ഈ ജന്മത്തിൽ എനിക്ക് എന്റെ ഫോണടിച്ച് മാറ്റാൻ കഴിയില്ല. ഈ ജന്മം കൊണ്ട് അപ്പയും അമ്മയെ സ്നേഹിക്കാനോ അവർ പറയാതെ കേൾക്കാനോ എന്നെ കൊണ്ട് കഴിയത്തുമില്ല. ഞാൻ ശ്രമിച്ച് എന്നെ പരാജയപ്പെടും. ഏതൊരു അവസാനം ഏതൊരു നിമിഷത്തില് ഇന്ന് പൊട്ടിക്കും. കാരണം ഈ സപ്പസിൽ ഒതുക്കി വെച്ച് ഏതൊരു നിമിഷത്തിൽ തന്നെ പൊട്ടിത്തെറിയും. അപ്പൊ നമ്മളെ കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയും. അതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞത്, നമ്മൾ ആദ്യം പാവം ചെയ്തപ്പോൾ അതുവരെ മനുഷ്യൻ ദൈവത്തിന് ആത്മാവുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം പാവം ചെയ്ത് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംഭവിച്ചു? ആദാമിൽ നിന്ന് പോയി. അതാണ് മരണം എന്ന് പറഞ്ഞത്. ആദാം മരിച്ചു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ആത്മാവിലുള്ള മരണമാണ്. അപ്പൊ ആത്മാവില്ലാത്ത മനുഷ്യനാണ് പാപി. പാപം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട അവസ്ഥയാണ് പാപം. ദൈവത്തിന്റെ ജീവൻ ഉള്ളപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഘടന ബൈബിളിലെ അടിസ്ഥാനത്തിൽ ആത്മാവ്, ദേഹി, ദേഹം. ഞാൻ 3 ഭാഗമായിട്ടാണ്. ഈ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ആ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെ? മനസ്സ്, ദേഹി മനസ്സെന്നാണ്. ശരീരം, അതായത് മനസ്സും ശരീരമാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നില്ലേ? നിങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് മനസ്സ്, ശരീരം. പക്ഷെ നിങ്ങളത് അറിയില്ലല്ലോ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം അറിയാൻ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കോ, ചോക്ലേറ്റിന്റെ മുമ്പ് വെച്ചേക്കോ. ഞാൻ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളെ കേൾക്കുന്നില്ല. ഈ ചോക്ലേറ്റ് നിങ്ങളുടെ ബോഡി പറയും, മനസ്സിലാക്കി കണ്ണ് ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റിനകത്ത് കവറൊക്കെ കണ്ണിങ്ങനെ ഭംഗി ഇങ്ങനെ വന്നിട്ട് കണ്ണ് പറയും ചോക്ലേറ്റ് ഇരിക്കും, ഇങ്ങനെ വേണം.
എങ്ങനെയും വേണം എപ്പോ കഴിയും 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അങ്കിളെ തിരക്കിട്ടിട്ട് ഈ ചോക്ലേറ്റ് സ്റ്റാൻഡിൽ ചോക്ലേറ്റ് കൊണ്ടുവരുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കണ്ണെന്തോ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടായി ഈ ചോക്ലേറ്റ് തിന്നണമെന്നുള്ള തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ആരും പറയുന്ന കേട്ടിട്ടാണെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നത് നിങ്ങൾ ചെറുപ്പത്തില് ഇപ്പൊ തന്നെ നിങ്ങളുടെ അമ്മ പറയുന്നതാണോ അനുസരിച്ച് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കേട്ടല്ലേ എന്ന് തോന്നുന്നത്. എന്ത് പാടാ വീട്ടിൽ പറയുന്നത് കേൾക്കാൻ. കാരണം എന്താ? നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമാണ് നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ നേതാവ്, നമ്മുടെ ലീഡർ, നമ്മുടെ ടീച്ചർ പറയും ഇന്നാരും വീടരുത്, ക്ലാസ്സിൽ എല്ലാവരും എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഡിസിപ്ലിൻ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയും ഒന്നും വേണ്ട, അല്ലെങ്കിൽ സൂട് കളിക്കും, അല്ലെങ്കിൽ എന്ത് ആ കുട്ടികളുടെ എന്തെങ്കിലും കളി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി മനസ്സിനനുസരിച്ച് എന്ത് ചെയ്യും നമ്മൾ തുറക്കും. നിങ്ങളുടെ ഈ അവസ്ഥ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നിങ്ങളോട് സമൂഹം പറയും, ടീച്ചർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പരിധിയല്ല നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊതുവേ ചെയ്യാം, ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാറ്, രഹസ്യത്തിൽ ചെയ്യാം, ബുദ്ധി വരാൻ വേണ്ടി ചെയ്യാം. അതായത് ഇപ്പം ഒരു മോൾ അവിടെ അങ്ങോട്ട് കാര്യം പറയാനുണ്ട്, വളരെ മനസ്സിലാണോ? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യുവാണ്. പക്ഷെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ കഴിയും. കാരണം എന്തോ നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ടാകും, പക്വത ഉണ്ടാകും. പറയാം അങ്ങനെ ചെയ്യരുത്, ആരെയും കാണാതെ പോയി ഇപ്പൊ കുഴപ്പമില്ല, കാണുക ചെയ്യരുത്. അതുപോലെ സംസാരിക്കുമ്പോൾ ആ ചേട്ടൻ അങ്ങോട്ട് നോക്കാത്ത സമയം നോക്കി സംസാരിക്കാം, ടീച്ചേഴ്സിനോട് നോക്കാത്ത സമയം നോക്കി സംസാരിക്കും. അപ്പൊ എന്ത് ചെയ്തു? സമൂഹത്തിലെ അപ്പനും ഒക്കെ പഠിപ്പിച്ച ആ ഒരു നിയമം വെച്ചിട്ട് നമ്മളെന്തോ ചെയ്തത്? നമ്മൾ പാവം ചെയ്യാതിരിക്കാനോ ചെയ്തത്? ആരും കാണാതെ പാവം ചെയ്യാനോ പാവം ചെയ്തു? ആരും കാണാതെ പാവം ചെയ്യാനോ? ഇപ്പൊ നിയമം നമ്മൾ എന്തോ പഠിപ്പിച്ച് ആരും കാണരുത് ഈ പാവം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നത് ആരും കാണും. കുറച്ചുകൂടെ ഒരു നമ്മൾ നിങ്ങൾ എന്തെയ്യോ ആരും കാണാതെ വലിയ കാര്യമില്ല. അപ്പൊ നിയമം കൊണ്ട് ആരും പറയുന്നത് നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല. അത് കൂടുതൽ വഷളായി പോയതല്ലാതെ ആരും കാണാതെ ചെയ്യാൻ തുടങ്ങിയല്ലാതെ നമ്മളെ നന്നാക്കാനൊന്നും ഈ നിയമത്തിനും അല്ല ആരും പറയുന്നതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്നേഹവും ആ ഒരു ലൈഫ്, അതായത് പെർഫെക്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പെർഫെക്റ്റ് ലൈഫ്? അതായത് കറക്റ്റായ മനുഷ്യനാണ്, നിങ്ങൾക്ക് ആരെപ്പോലാണോ എന്നുള്ളതാണ് ആഗ്രഹം. ആരെപ്പോലാണ് നമ്മുടെ ആഗ്രഹം? ആരെപ്പോലെ ആഗ്രഹം? ഹീറോ ആരാണ്? ആരാ? ഹീറോയിൻ അമൃത അമൃത നമുക്ക് നമ്മുടെ കാഴ്ചകളുമുണ്ട്, നമ്മുടെ മനസ്സിലാക്കലുകളുമുണ്ട്. നമുക്ക് കുറെ ഹീറോ യേശുവിന്റെ ഹീറോ ആയിട്ട് പറ്റാത്ത നിങ്ങളുടെ മനസ്സും ശരീരം പറയുന്നതുകൊണ്ട് ഹീറോ ആണ്. നിങ്ങളുടെ മനസ്സ് പറയുന്ന പോലത്തെ ഇഷ്ടം ചെയ്യുന്ന ഒരാളല്ല യേശു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും യേശുവിനെ പോരാനോ യേശുവിനെ പോലെ ജീവിക്കണം ആഗ്രഹിക്കാനോ യേശുവിനെ ഹീറോ ആക്കാനോ കഴിയത്തില്ല. അന്ന് മാത്രമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ജീവിതം ജീവിക്കാനോ ഡിസിപ്ലിൻ ആവാനോ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആകാൻ കഴിയും. ഇതുപോലെ ഇരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ തൽക്കാലം ചെയ്യാതിരിക്കാനൊക്കെ കഴിയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറുപ്പ കുട്ടികളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്ങനെ പറയാൻ ഭാരം പിടിക്കുന്നു. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് അവിടെ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ചേഞ്ച് ആകുന്നത്, മൊത്തത്തിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ ചേഞ്ച് ആകും. നിങ്ങളെ ഇപ്പം ഒരു ഡാം നമ്മള് അതിന്റെ പോൾ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്ക് നിൽക്കാൻ വേണ്ടി അതൊരു ഡാം കെട്ടി ഒരു വെള്ളം ഡാം കെട്ടി നിർത്തുന്നത് പോലെ നിർത്തുക എന്നുള്ളതല്ല, ആ ഡാമിലെ വെള്ളം മുഴുവൻ വറ്റിച്ച വെള്ളം എങ്ങനെയാണ് എന്നുള്ളത് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
പാപം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും എങ്ങനെ പോകുന്നു, എങ്ങനെ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും, എങ്ങനെ യേശുവിനെ സ്നേഹിക്കാൻ കഴിയും, എങ്ങനെ ആ ഒരു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ജീവിതം ഇതിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് പറയാനാണ്. അപ്പൊ ഈ ജന്മം കൊണ്ട് അത് കഴിയുന്നില്ല. കാരണം എന്താ, നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചതാണ്. നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പോയി. ദൈവത്തിന്റെ ആത്മാവ് പോയപ്പോൾ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? ശരീരവും മനസ്സും പറയുന്നത് കേട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. കാരണം ആത്മാവുള്ളൊരു മനുഷ്യനെ ദൈവം മനസ്സിലാകുന്നത്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ബ്രെയിൻ കൊണ്ട്, മനസ്സിന്റെ ശക്തി കൊണ്ട്, മനസ്സ് പറയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന കാര്യത്തിൽ ബ്രെയിൻ മനസ്സിലാക്കി തരുന്ന കാര്യം വെച്ചാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല. ബാക്കിയുള്ളത് പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ 6-ാമത്തെ ജഡത്താൽ ജനിച്ചത് ജഡമാകും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. ഞാനൊന്ന് മോനോട് ചോദിച്ചപ്പോ മോനെ എങ്ങനെ, മോന്റെ അപ്പന്റെ പേര് കുമാർ, അമ്മയുടെ പേര് സർവജി, മോന്റെ പേര് എബി ഗോഡ്സൺ. അപ്പം എബി ജനിച്ചത് എങ്ങനെയാണ്? ജഡത്താൽ ജനിച്ചത്. അതായത് ഒരു ഫ്ലഷിൽ നിന്ന്, അതായത് അപ്പന്റെ അമ്മയിൽ നിന്നുമാണ് ആ ഒരു ജനനമാണ് എനിക്ക് ജീവൻ നൽകിയത്, അല്ലെ എനിക്ക് ജനിച്ചത്. ഇവിടെ ബൈബിൾ പറയുന്നത്, കർത്താവ് പറയാണ്, ജഡത്താൽ ജനിച്ചത് എല്ലാം ജഡമാകും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. അപ്പൊ വീണ്ടും ജനിക്കണം. നമ്മുടെ ഈ ജന്മം കൊണ്ട് പറ്റത്തില്ല. നമുക്കൊരു പുതിയ ജീവിതം വേണം, പുതിയൊരു ജനനം വേണം. ബോണഗൈൻ കേട്ടിട്ടുണ്ടോ? അതെങ്ങനെ നടക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ നടക്കും? ദൈവത്തെ എങ്ങനെയാണ് ബോണഗൈൻ നടക്കുന്നത്? എങ്ങനെയാണ് യേശുവിനെ പോലെ ജീവൻ എങ്ങനെ വരുന്നത്? പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടട്ടെന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകും. അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് അപ്പനെ ആ അമ്മയിൽ നിന്ന് ജനിക്കുമ്പോൾ അതൊരു ലോകപരമായ ഒരു ജീവിതമാണ്, ജനനമാണ്. ഇപ്പൊ ജനീയമായ ജന്മമാണ്. അവൻ എന്ത് ചെയ്യണം? ആത്മാവിൽ ജനിക്കണം. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലായിരിക്കും ദൈവരാജ്യം കാണാൻ പുതുതായി. എങ്ങനെയായി പുതുതായി? നബി എങ്ങനെ പുതുതായി? നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും ജനിക്കുന്നത്? സ്വാഭാവികമായിട്ട് തോന്നുന്ന സംശയം, ഇവിടെ നിക്കോദിമോസ് എന്ന് പറഞ്ഞ വ്യക്തി എടുത്താണ് കർത്താവ് സംസാരിക്കുന്നത്. അദ്ദേഹം അതായത് നിയമം കറക്റ്റായി അനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് കർത്താവ് സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെങ്കിൽ നീ ഈ നിയമം ഒന്നും അനുസരിച്ചാൽ പോരാ, നീ ഈ പറയുന്ന രീതിയിൽ ഒന്നും ജീവിച്ചാൽ പോരാ, നീ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ അതിന് നിക്കോദിമോസ് മറുപടി പറയുന്നത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമെന്ന് ചോദിച്ചു. നിക്കോദിമോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. ആ മനുഷ്യനെ കർത്താവ് പറയുന്നത് വീണ്ടും ജനിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വീണ്ടും ജനിക്കാതെങ്കിൽ രക്ഷയില്ല, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഒന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, ഇനി ഞാൻ വീണ്ടും ജനിക്കുന്നത്? കാരണം ഒരു ജന്മം എന്ന് നടന്നു, ഇനി ഞാൻ തിരിച്ച് വൃദ്ധനായി എന്റെ വാർദ്ധക്യ അവസ്ഥയിൽ ഞാൻ അമ്മയുടെ ഉദരത്തിലേക്ക് തിരിച്ചു കയറി ഒന്നുകൂടെ ജയിക്കാൻ പറ്റുമോ? ഈ എങ്ങനെ പിന്നെയാവും ജനിക്കുന്നത് എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ഇപ്പോഴാണ് കർത്താവ് പറയുന്നത്, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു, ആത്മാവില്ല ഉയരത്തിൽ നിന്ന്. അപ്പോ ഇവിടെ പുതുതായി ജനിക്കണം എന്ന് പറയുന്നത് ബോണഗൈൻ എന്നുള്ളതിന്റെ ഒരു വീട്ടിൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ബോൺ എന്ന് പറയാം. അതായത് ഉയരത്തിൽ നിന്ന് ജനിക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മുകളിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ജനിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ നിന്നൊരു ജനനം നമ്മൾ നടക്കണം. നമ്മൾ ദൈവത്തിന്റെ ജീവൻ വേണം. എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായ ഒരു ഓട്ടം അല്ലെങ്കിൽ പൂർണ്ണമായ വിടുതൽ കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ലൈഫ് നമ്മൾ
അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ എങ്ങനെയാണ് ജയിക്കപ്പെടുന്നത്? 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കാറ്റ് ഇഷ്ടമാണ് തോന്നുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുമെന്നും അറിയില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് നിക്കോദീമോസ് കർത്താവിനോട് ചോദിക്കാൻ പോകും. കർത്താവ് പറയുന്നത് കാറ്റ് ഇഷ്ടമാണ് തോന്നുന്നു. അതായത് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് ഇഷ്ടമുള്ള തോന്നും, അത് ഇഷ്ടമുള്ള സമയത്ത് ഒരാളെ ജനിപ്പിക്കും. അത് അതിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരു വില്ലുണ്ടാവും. സ്വാഭാവികമായി ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാറ്റ് എന്ന് പറയുന്നത് ആത്മാവ് അതിന് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള തോന്നുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നു അറിയുന്നത്. ആത്മാവിനാൽ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എങ്ങനെ ജയിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയരുത്. അത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലായാലും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലും ഇത് എപ്പോ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഈ കാറ്റ് ഇഷ്ടപ്പെടുന്നു അതിനെപ്പറ്റി നിങ്ങളോട് കൂടുതൽ വിശ്വസിക്കുന്നില്ല. കാരണം അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കട്ടിയായിരിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ചെയ്യും. കാരണം നിങ്ങളെല്ലാം പാപത്തിൽ നിന്ന് ജനിച്ചതാണ്. നമ്മളെല്ലാവരും പാപത്തിൽ നിന്ന് ജനിച്ചതാണ്. നമുക്ക് തെറ്റിക്കാതിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിന്റെ ജീവൻ, അതായത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉണ്ടാവണം. ദൈവത്തിൽ നിന്ന് നമുക്ക് ജനിക്കണം. ആത്മാവിൽ നിന്ന് നമുക്ക് ജനിക്കണം. ആത്മാവ് നമ്മൾ ഉള്ളിൽ വരണം. അപ്പൊ എങ്ങനെ ഇത് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. 3:15 അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. അതിന് മുമ്പ് 14 വാക്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ വീട്ടിൽ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും എന്തുണ്ട്? നിത്യജീവൻ. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആണ് നമ്മൾ ഈ ജീവൻ വരുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നോ? അതായത് യേശു വിശ്വസിക്കുമ്പോൾ, യേശു എന്റെ രക്ഷകനും എന്റെ കർത്താവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നിൽ എന്ത് വരികയാണ്? ഈ ജീവൻ വരികയാണ്. അത് എപ്പോൾ നടക്കുന്നുണ്ട് ഞാൻ അറിയുന്നില്ല, പക്ഷെ അത് നടക്കുന്നുണ്ട്. ആ ജീവനാണ് എന്നെ മാറ്റുന്നത്. ഇപ്പൊ നമ്മുടെ വിശ്വാസം ആണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്, മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാന്നുള്ളതാണ്. ഇനി നമ്മൾ എങ്ങനെ വിശ്വസിക്കണം? നമ്മുടെ ഡെയിലി ആയിട്ട് യേശുവിൽ ഞാൻ വിശ്വസിക്കും, പക്ഷെ പവർ പോയില്ല. അതിന്റെ ശക്തി എനിക്ക് പിന്നെയുണ്ട്. അപ്പൊ ഞാൻ ഈ വിശ്വസിച്ചിട്ട് കാര്യമൊന്നും ഇല്ല, പിന്നെ ഞാൻ പാപം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളതാണ് ഈ ചിന്തിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം ലേഖനത്തില് അതിന്റെ 19 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. ഇവിടെ എബ്രഹാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പഴയ ബൈബിളിൽ പറയുന്ന എബ്രഹാമിനെ പറ്റി കേട്ടു. അപ്പം എബ്രഹാമിന്റെ വിശ്വാസത്തിനെ പറ്റിയാണ് പറയുന്നത്. 19-ാമത്തെ വാക്യം. അവൻ 18-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നതിനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്നെഴുതിയിരിക്കുന്നല്ലോ. നിന്റെ സന്തതി ഇവണമാകും എന്ന് അരുൾ ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വെച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ള
100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയത് സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും കുറച്ചു. അതുകൊണ്ട് അത് അവൻ നീതിയെ കാണിക്കുന്നു. അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു കൂടിയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തെ ഏൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകുകയാണ്. ഇപ്പൊ എബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എബ്രഹാമിനോട് പറയുന്നത്, ഞാൻ ജാതികൾ പിതാവാണ്, ഇനി ഒരുപാട് മനുഷ്യർക്ക് നീയുടെ അപ്പനാണ് എന്ന് ദൈവം പറയണം. പക്ഷെ എബ്രഹാമിന് എന്തില്ല? മക്കളില്ല. എബ്രഹാമിന് പ്രായമാണ്, 90 വയസ്സോളമാണ്. എബ്രഹാമിന് ആ പ്രായത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. എബ്രഹാമിന് കുഞ്ഞുണ്ടാകില്ല പ്രായം. എബ്രഹാമിന് കുഞ്ഞുണ്ടാകത്തില്ലേ? അവിടെ ഇനി നമ്മുടെ കാര്യം നോക്കി, നമുക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെ കൊണ്ട് എത്രയും വിചാരിച്ച് സാധിക്കുമോ? സാധിക്കില്ല. നമ്മുടെ മുന്നിൽ നിന്നോ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് യേശുവിനെ പോലെ ജീവിക്കാവുന്നത്. നമ്മളെ ഒരിക്കലും നടക്കില്ല. ഇതുപോലെ എബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 90 വയസ്സായി ആ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ഇത് മാത്രമല്ല, എബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതില്ല, താഴെ ഗർഭം ധരിക്കത്തുമില്ല. എബ്രഹാമിന്റെ ഭാര്യ ഗർഭം ധരിക്കത്തുമില്ല. അപ്പം ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കണ്ണുകളോട് നോക്കിക്കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സാധ്യമാകുന്നില്ല. ഇപ്പോൾ എബ്രഹാമിന്റെ ആ ഫെയ്ത്താണ്, വിശ്വാസമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് എബ്രഹാമിന്റെ വിശ്വാസം? നമ്മൾ മുമ്പ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കണ്ടു. എന്താണ് എങ്ങനെയാണ് നമ്മളെല്ലാം ജീവൻ വരുന്നത്? വിശ്വാസത്താലാണ്. ഇവിടെ എബ്രഹാമിനെ പറ്റിയുള്ള കാര്യങ്ങളും, എബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവങ്ങളോട് വാഗ്ദത്തം ചെയ്തു, നിന്നെ 1000 അനേക ജാതികൾ പിതാവാക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. ഇതുപോലെ തന്നെ നമ്മളോട് എന്ന് പറഞ്ഞു, വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിത്യജീവൻ, യേശുവിന്റെ ജീവൻ വരും എന്ന് കർത്താവ് പറഞ്ഞു. അതായത് നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരും എന്ന് കർത്താവ് ദൈവം പറഞ്ഞു. അത് വാഗ്ദത്തമാണ്, പ്രോമിസാണ്, ഒരിക്കലും മാറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എബ്രഹാമിനെ കണക്കിട്ടത്? അതുപോലെ തന്നെ നമ്മൾ കണക്കിടും എന്നാണ് പറയുന്നത്. എബ്രഹാം എങ്ങനെ വിശ്വസിച്ചെന്ന് നോക്കാം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനായാൽ തന്റെ ശരീരം നിർജീവമായി പോയത് സാരയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെയാണ് എബ്രഹാം വിശ്വസിച്ചത്? 17-ാമത്തെ വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നതിനായി താൻ വിശ്വസിച്ചു. എബ്രഹാം എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിച്ചത്? മരിച്ചവരെ ദൈവം ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരും. അപ്പൊ എബ്രഹാം വിശ്വസിച്ച ഈ വിശ്വാസമാണ് എന്ത് നമ്മളിൽ വേണ്ടത്. അത് 23-ാമത്തെ വാക്യം, അവനെ കണക്കിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ മരിച്ചു. എല്ലാത്തിനും കിട്ടിയ ലേഖനത്തില് 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാണ് എന്റെ ഫെയ്ത്ത്, ഇതാണ് എന്റെ വിശ്വാസം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ കാണുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ്? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ സ്കൂളിലെ കൂട്ടുകാരോട് നമ്മുടെ വീട്ടിൽ അമ്മയപ്പന്മാരോട് ടീച്ചർമാരോട് എല്ലാം നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ മരിച്ചു, ഞാൻ കർത്താവ് വിശ്വസിക്കുമ്പോൾ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്തിരിക്കുകയാണ്? ഇല്ലാതാകുകയാണ്. പകരം
ക്രിസ്തു ജീവിക്കുകയാണ്, യേശു ജീവിക്കുകയാണ്. ഞാനാണ് ജീവിക്കുന്നത് അല്ല. എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് ആ ജീവൻ വരുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ആശയ്ക്ക് വിരോധമായി ആശയമാണ് അബ്രഹാം വിശ്വസിക്കുവാനാണ്. നമുക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് നമുക്ക് നീതിയായി എബ്രഹാമിനെ കണക്കിട്ടതുപോലെ നമുക്കും നീതിയെ കണക്കിടും. നമ്മളും എന്തുകൊണ്ടുവരും? യേശുവയുടെ ജീവൻ നമ്മളിൽ നിന്ന്. റോമർക്കെട്ടിലെ അതിന്റെ 8 11 വാക്യം, സോറി 19 അപ്പൊ നിങ്ങളുടെ ആരാണ്? ക്രിസ്തു ഉണ്ട് അല്ലെ? ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു. നിങ്ങൾ മരിച്ചു, ക്രിസ്തു ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നു. ഇവിടെ സ്നാനപ്പെടാത്തവരുണ്ട്. സ്നാനപ്പെട്ടപ്പോൾ എന്തോ പറഞ്ഞു? ഏറ്റവും പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് പറയാമോ? ഒന്ന് വച്ചിട്ട് പറഞ്ഞാലും മതി. മാസ്ക് എടുത്ത് പറഞ്ഞാൽ മതി. രക്ഷനായി സ്വീകരിച്ചു. ഏറ്റവും ആദ്യം സ്നാനപ്പെട്ടു. എന്തായിരുന്നു വിശ്വാസം? വേറെ സ്നാനപ്പെട്ടെ എന്തായിരുന്നു സ്നാനപ്പെടുമ്പോൾ ഉണ്ടായ ആ വിശ്വാസം? അറിയിട്ടില്ല. നമ്മുടെ സ്നാനപ്രകാരം കൂടുതൽ വായിക്കുന്ന വാക്യം റോമർക്കെട്ടിലെ 6-ാധ്യായമാണ്. അതിനൊക്കെ എന്തോ പറയുന്നത് നോക്കാം. ആകയാൽ നാം എന്തോ വേണ്ടു? രൂപരഹിതത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളല്ല. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അത് ജീവിക്കുന്നതാണ് അല്ല, യേശുക്രിസ്തുവിനോട് ഗതി ചെയ്യുവാൻ സ്നാനം കേട്ടവരെ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവുവാൻ സ്നാനം കേട്ടിരിക്കുന്നു. അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്ഥാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചു എന്നത് പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാകും. അപ്പൊ നമ്മള് വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ നടക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിക്കുകയും ക്രിസ്തു ജീവന്റെ പുതുക്കത്തിൽ ജീവിച്ചതുപോലെ ഉയർത്തത്തിൽ ജീവിച്ചതുപോലെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ്, നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗലാത്യർക്ക് വേണ്ടി നിലവിൽ. അതിന്റെ 2-ാമത്തെ വാക്യം, ഒരൊറ്റ കയ്യിലൊറ്റ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാതെ ഓർത്തു വെച്ചിരുന്ന മാത്രം ഈ ഒരു വാക്യം കഴിയുന്നവർക്ക് എഴുതിയെടുത്തത്. ഗലാത്യർക്ക് വേണ്ടി ലേഖനം 2:20. ഇത് എപ്പോഴും നിങ്ങളുടെ സ്കൂളിലും നിങ്ങൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഫോണിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോഴും വീട്ടിലെ അമ്മയപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോഴും അവരോട് തത്വത്തിന് പറയുമ്പോഴും കുട്ടികളോട് അറിവുണ്ടാക്കുമ്പോഴും എല്ലാം എന്ത് ഓർക്കണം? ഈ വാക്യം മറക്കാതെ ഓർത്ത്. എന്താണ്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെങ്കിലും ജീവിക്കുന്നു. അപ്പൊ ആരെങ്കിലും ജീവിക്കുന്നത്? ക്രിസ്തു എങ്കിലും ജീവിക്കുന്നു. എന്നാൽ എനിക്ക് ജീവിതമുണ്ട്. എന്നാൽ ഞാൻ ക്രിസ്തു എന്നെ ജീവിക്കുന്നതിനുള്ള വിശ്വാസം ഇനി ഇരിക്കാൻ പോട്ടെ. എനിക്ക് എന്റെ ശരീരം കൊണ്ട് ഈ ഒരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ട് അല്ലെ. നമ്മള് ക്രിസ്തു യേശുവായ ജീവിക്കുന്നു നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ ജീവിക്കുന്നത്. അപ്പൊ ആ ജീവിതം എങ്ങനെയായിരിക്കണം? ഇത് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു തന്നെ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജനത്തെ ജീവിക്കുന്നുണ്ടോ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും ഏൽപ്പിച്ചാണ് യേശുവിനുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. ഈ ഫെയ്ത്താണ്, ഈ വിശ്വാസമാണ് എന്ത് വേണ്ടത്? നമ്മൾ എപ്പോഴും വേണ്ടത്. എന്ത് വിശ്വാസമാണ് നമ്മൾ എപ്പോഴും വേണ്ടത്? ഇപ്പൊ ഞാനെന്താ പറഞ്ഞത്? നമ്മൾ യേശുവിനെ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ മരിച്ചു, യേശു എന്നിൽ ജീവിക്കുന്നു.
അതിന് മോന്റെ സ്ഥാനത്ത് അപ്പൊ ആരാ ജീവിക്കുന്നത്? യേശുവപ്പൻ. പകരക്കാരനെ ജീവിക്കും, യേശുവപ്പനാണ് ജീവിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പം എല്ലാ സംഗതികളും ഈ ഒരു ഫെയ്ത്താണ്, ഈ ഒരു വിശ്വാസമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഭരിക്കുന്നത്. ടി വി കാണുമ്പോഴും ഫോൺ എടുക്കുമ്പോഴും യേശുവായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, യേശുവായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ, യേശുവായിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരനെ പ്രതികരിക്കുമായിരുന്നു, അവനെ സ്നേഹിക്കത്തില്ലായിരുന്നു, യേശുവായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണം കൊടുക്കത്തില്ലായിരുന്നു, പട്ടികരിക്കാൻ പോകുമായിരുന്നു, ഇല്ല. യേശുവായിരുന്നെങ്കിൽ ഈ വേണ്ടാത്ത ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുമായിരുന്നു, ഇല്ല. അപ്പൊ ഞാനല്ല, യേശുവായിരുന്നെങ്കിൽ, യേശുവായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ബോധ്യം നമ്മളെ എന്ത് ചെയ്യണം, ഭരിക്കണം. ഇപ്പോൾ ഞാൻ എന്ത് ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തകർത്ത ദൈവത്തിലുള്ള വിശ്വാസം. അപ്പൊ നമ്മളെ വിശ്വസിക്കുന്ന ആരെയാണ്? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സകലം ലഭിച്ചെന്ന ദൈവത്തിലുള്ള വിശ്വാസത്താൽ ജീവിക്കും. എത്ര സ്നേഹമാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്, അതിന്റെ ആ ഡെപ്ത് എത്താണ്, അതിന്റെ വലിപ്പം എത്താണെന്ന് അറിയാം. നിങ്ങളെ വീട്ടിൽ സ്നേഹിക്കുന്നുണ്ടോ? അത് അത്രമാത്രം ആ സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലായപ്പോഴാണ്. അല്ല, എന്റെ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ്. അമ്മ കൂടുതൽ നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അല്ലെ അച്ഛൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുമ്പോഴും അപ്പനമ്മയ്ക്ക് ഭയങ്കര സ്നേഹമുണ്ട് എന്ന് മനസ്സിലാവുക. ഫ്രണ്ടിനോടുള്ള സ്നേഹം, അത് നിങ്ങളോടുള്ള സ്നേഹത്തിൽ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും, നിങ്ങളോട് കളിക്കാൻ വരുമ്പോഴും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും, ഫുഡൊക്കെ ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവന് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ യേശുവിന് നിങ്ങളോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. യോഹന്നാന്റെ സുവിശേഷം ഈ വാക്യങ്ങളോട് ഒന്ന് നോട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത്. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും, ഒരുവനും നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവം സ്വന്തം പുത്രനെ നമുക്ക് തന്നു, യേശുവപ്പാനെ നമുക്ക് തന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ. അപ്പൊ ആ സ്നേഹത്തിന്റെ വലിപ്പത്താണ്. സോ ലവ് ഒത്തിരി സ്നേഹിച്ചു. എത്ര സ്നേഹിച്ചു? ഒത്തിരി സ്നേഹിച്ചു. എത്രത്തോളം? ക്രൂശിലെ മരണത്തോളം നമ്മളെ സ്നേഹിച്ചു. ക്രൂശിലെ മരണത്തിന്റെ വേദന എത്ര വലുതായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കർത്താവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നില്ല ക്രൂശിൽ. നമ്മുടെ പേരിൽ തന്നെ ഇഷ്ടംപോലെ തെറ്റുകയായിരുന്നു. നമ്മൾ ജനിച്ച പോലെ ഒരുപാട് തെറ്റുകയായിരുന്നു. പക്ഷെ കർത്താവ് ജനിച്ചുകൊണ്ട് ഒരു പാപം എന്നൊന്നും അറിയത്തോലുമില്ലായിരുന്നു, പാപം ചെയ്തിട്ടില്ലായിരുന്നു, നീതിമായി നിഷ്കളങ്കമായിരുന്നു, ഒരു തെറ്റും ചെയ്തില്ല. അതുപോലെ തന്നെ സ്വർഗത്തിലെ അപ്പന്റെ ഏകദാനമായ പുത്രനായിരുന്നു, ഏകപുത്രനായിരുന്നു. ഒരേ ഒരു മകനെ ലോകത്തിന് നൽകുവാൻ വിട്ടുകൊടുക്കുമായിരുന്നു. അതായത് നിങ്ങളെ ഉദാഹരണം പറയുന്നത്, എന്റെ അപ്പൻ്റെ ഉദാഹരണം. എന്റെ അപ്പനെ ഒരു മനുഷ്യൻ ഒരു മാത്രം ഉണ്ടായിരുന്നില്ല. എന്റെ അപ്പന് എന്റെ നേരെ എതിർക്കുന്ന, എന്നോട് ശത്രുത കാണിക്കുന്ന, എന്നെ തക്കം പാർത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന, എനിക്ക് വിപരീതമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി ജീവിക്കുന്ന, എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന എന്റെ ശത്രുക്കളുടെ മുന്നിലേക്ക് എന്റെ അപ്പൻ നിന്നെ കൊല്ലാനായി വിട്ടുകൊടുക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങളുടെ അപ്പന്മാരാണെങ്കിൽ നിങ്ങളെ ശത്രുക്കളുടെ മുന്നിൽ വിട്ടുകൊടുക്കും. എന്നാൽ ദൈവം അങ്ങനെ ചെയ്തു. ദൈവം ലോകത്തിലെ ശത്രുക്കളുടെ മുന്നില് നമ്മുടെ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു അറിയാം. നിങ്ങൾക്കറിയാം നമ്മുടെ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. നമ്മുടെ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. നമ്മൾ അവന്റെ ഇഷ്ടമാണ് ജീവിക്കുന്നത്. നമ്മൾ അവൻ എന്ത് പറഞ്ഞാലും ജീവിക്കുകയെ ചെയ്യുന്നുള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് ഇപ്പൊ നമ്മുടെ പാപത്തിനോട് നമ്മുടെ ദൈവം സ്നേഹിച്ച് എത്ര വലിയ സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ വലിയ ഭാവിയാണ് എന്ന് മനസ്സിലാക്കിച്ചപ്പോഴും അനുഭവിച്ചപ്പോഴും അല്ല
ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി വിട്ടു തന്നത്. നമ്മൾ പാപത്തിനൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് പാപമൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ സൂക്ഷിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി വിട്ടു തന്നത്. എത്ര വലിയ സ്നേഹമാണ് ആലോചിച്ച്, എത്ര വലിയ സ്നേഹമാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. ദൈവം നമ്മളെ സ്നേഹിച്ചത്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹമാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. കർത്താവ് 2 ആണിയെ 3 ആണിയെ തറക്കപ്പെട്ടു. ഒരു കൈ വലത്തെ കൈയിലാണ് തറക്കപ്പെട്ടു, അടുത്ത കൈയിലാണ് തറക്കപ്പെട്ടു, കാലിലാണ് തറക്കപ്പെട്ടു, ചോര പാർത്തൊഴുകുന്നു. കർത്താവ് ലെൻസിനെ കൊലാത്തായിട്ടാണ് ശ്വാസകോശമൊക്കെ തകർന്നു പോയി ശ്വാസം മുട്ടിയാണ് കർത്താവ് മരിച്ചതെന്നാണ് പറയുന്നത്. എത്രയാണെന്നോ സകലത്തിലെ സൃഷ്ടാവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം വന്ന് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടി പെടഞ്ഞു മരിക്കുക. ഈ ചോരയിലെ വാർത്തൊഴിക്കുമ്പോണ്ടല്ലോ, ഈ ഭയങ്കര വെയിലൊക്കെ ആ വെയിലിന്റെ ആഘാതം, അതുപോലെ തന്നെ പ്രാണികൾ വീഴ്ചയൊക്കെ വന്ന് ഉള്ളിലൊക്കെ വന്നിരിക്കുമ്പോണ്ടാകുന്ന വേദന കയ്യൊന്നും വരക്കാൻ പറ്റില്ല. എങ്ങനെ കൈ 2 കെട്ടിലേക്ക് പ്രാണിയെ അടിച്ചിട്ടേക്ക് വരും. മുറിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കുമ്പോ എന്തിന് ബുദ്ധിമുട്ടായിരിക്കും. കൊതുകൊക്കെ വന്നുമായിരിക്കും. വിഭക്തൃനെ നമ്മൾ ഫോണിൽ കാണുന്ന പോലെ ഒരു പടം വായിക്കുന്നില്ല. എക്കാലം പറഞ്ഞ കർത്താവ് വിഭക്തൃനെ തുണിയില്ലാതാണ്. ഒന്ന് ആലോചിച്ചു, എന്ത് സ്നേഹമാണ് നമ്മളെ സ്നേഹിച്ചത് ഈശോപ്പം. എന്നിട്ട് നമുക്കൊരു ഇച്ചി സ്നേഹം പോയി കർത്താവ് നമ്മൾക്ക് കഴിയത്തില്ല. നമുക്ക് എന്തോ വേണ്ടേ? എനിക്ക് യേശോപ്പെ പോലെ ആ യേശോപ്പെ എനിക്ക് വേണ്ടി എല്ലാം തന്നു. അവസാനം വരെ എനിക്ക് വേണ്ടി മനുഷ്യൻ യേശോപ്പെ ജീവിക്കാൻ, യേശോപ്പെ പറഞ്ഞ പോലെ ജീവിക്കാൻ എന്റെ ജീവിതം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനുവേണ്ടി ഒരു ദാഹം യേശോപ്പ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട്, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നു. അതുകൊണ്ട് എന്റെ ഇനിയുള്ള ജീവിതം യേശോപ്പ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ആണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വിശ്വസിക്കാനുള്ള ഒരു പ്രേരണ. അല്ലാതെ വിശ്വസിക്കാനുള്ള പ്രേരണ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായ വിശ്വാസമല്ല. നമുക്ക് എന്തെങ്കിലും തെരുവെന്ന് പറഞ്ഞ കർത്താവെ വിശ്വസിക്കുന്ന പോലെയോ, അപ്പം വിശ്വസിക്കായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ പാസ്റ്റർമാരെയും അല്ലെങ്കിൽ ചർച്ചയിലുള്ള ആൾക്കാരുടെയും നിർബന്ധങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് പോലെയോ അല്ല. ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇത്രത്തോളം എന്നെ സ്നേഹിച്ച കർത്താവിനെ പോലെ ജീവിക്കണം. അപ്പൊ അത് എന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ആ ഒരു നിസ്സഹായതയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ കർത്താവ് പറയും, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് എനിക്കറിയാം, നീ എന്നെ വിശ്വസിക്കുക, ഞാൻ നിന്നിൽ ഇറങ്ങി വരണം, ഞാൻ ജീവിക്കാം. അതാണ് നമ്മൾ നടക്കുന്നത്. കർത്താവ് എവിടെയാണ് നമ്മളിൽ ജീവിക്കുകയാണ് വിശ്വസിക്കുന്നത്. റോമർക്കെതിരെ ലേഖനം അതിന്റെ 8-ാം അധ്യായം 9 മുതൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നവരുവഴി ജനസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരല്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുന്നത് നമ്മൾ നിത്യജീവനിൽ പ്രവേശിക്കുന്നതാണ് ബൈബിൾ പറയുന്നത്. വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, ആത്മസ്വഭാവമുള്ളവരാണ്. ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതുപോലെ നമ്മൾ എന്ത് വേണം? ദൈവത്തിന്റെ ആത്മാവ് വേണം. നമ്മൾ വീണ്ടും ജനിക്കപ്പെടണം. എന്നാലേ നമുക്ക് ആ ഒരു കാര്യം, എന്നാലേ ലോകത്തില് നമുക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ കഴിയും. എന്തിനാണ് നമ്മളെ വിളിച്ചേക്കുന്നത് ദൈവം? എന്തിനാണ് നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നത്? എന്തിനാക്കിയിരിക്കുന്നത്? ആരെയൊന്ന് പറയാമോ? എന്തിനാക്കിയിരിക്കുന്നത് പറയാമോ? ആരെങ്കിലും പറയാമോ? എന്തിനാണ് നമ്മളെ ലോകത്തെ അയക്കുന്നത്? വിശ്വാസങ്ങളെ ആക്കി ദൈവം നമ്മളെ ആക്കി എന്തിനാ? നല്ല വിദ്യാഭ്യാസമൊക്കെ തന്ന്, നല്ല വീടൊക്കെ തന്ന്,
നല്ലൊരു ജീവിതവും ഒക്കെ തന്ന് നമ്മളെ ഇവിടെ സമ്പന്നന്മാരാക്കാൻ വേണ്ടിയാണോ? ആണോ? അതിനുവേണ്ടിയാണോ കർത്താവ് ഇത്ര വേദന കുറിച്ച് മരിച്ചത്? എന്നെ മാന്യനാക്കാനാണോ? പിന്നെ എന്തിനു വേണ്ടിയാണ്? എന്നാലും വേറെ എന്തെങ്കിലും പറയാമോ? ദൈവത്തിന് വേറെ എന്നാലും വേറെ എന്തെങ്കിലും അവൻ ചെയ്യാതിരിക്കുക. വേറെ എന്തെങ്കിലും പറയാമോ? എന്ത് പറഞ്ഞു? നമ്മൾ പറയാൻ കേട്ടില്ല. അതെ, അത് കർത്താവിന് കുറിച്ചാണ്. പക്ഷെ നമ്മളെ എങ്ങനെയാണ് ആക്കിയിരിക്കും ജീവിക്കാൻ? നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. എന്ത് ബൈബിൾ പറയണേ? ബൈബിൾ ആരെപ്പോലെ ജീവിക്കാനാണ് പറയുന്നത്? ആരെപ്പോലെ? യേശുവിനെ പോലെ ജീവിക്കാൻ. നമ്മളെ എന്തിനോട് ആക്കിയിരിക്കുന്നത്? യേശുവിനെ പോലെ ജീവിക്കാനാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ പറ്റത്തുമില്ല. ഇപ്പൊ കേവലം നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള അല്ലാണ്ടുള്ള ദൗത്യമൊന്നും അറിയില്ല. യേശുവിനെ പോലെ ആകാന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ളതല്ല, യേശുവിനെ പോലെ ജീവിക്കാനുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കഴിവുള്ള ദൈവം. അതാണ് നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത്. അത് ഞാൻ ചുമ്മാതായതല്ല, ബൈബിൾ പറയുന്നത്. നമുക്ക് ആ വാക്യം വായിക്കാം. റോമർക്കെതിരെ ലേഖനം 8:28 വാക്യം. 29 വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടത് അവരുടെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചു. മുമ്പ് രാവിലെ സംസാരിച്ചതുപോലെ നമുക്ക് മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു ക്രിസ്തുവിൽ. നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. അപ്പൊ എന്തിനുവേണ്ടിയാണ്? സ്വന്തം പുത്രൻ ആദിജാതനായത്. ആദിജാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏകപുത്രൻ, അല്ലെ? ഏകപുത്രൻ, ഏകജാതന. ആദിജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തപുത്രൻ. മുമ്പ് നമ്മൾ കണ്ടു, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഏകജാതനാണ് വായിച്ചത്. എന്റെ ഏകജാതനായ പുത്രനെ വേണ്ടി കൊടുക്കുന്നതാണ്. അതായത് ഒറ്റ പുത്രൻ. ആ പുത്രന് വേണ്ടതായി ആദിജാതനായാണ്. എങ്ങനെയാണ് ആദിജാതനായത്? തന്റെ ആദിജാതനാകേണ്ടത്, തന്റെ സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നു. ദൈവത്തിന്റെ പുത്രൻ ഏകജാതനായാലും ആദിജാതനാകുന്നത് നമ്മളെ ദൈവം എന്ത് ചെയ്യും? ക്രിസ്തുവിൽ അഡോപ്റ്റ് ചെയ്യും. നമ്മളെ ദത്തെടുക്കുമ്പോ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ സഹോദരങ്ങളും. നമ്മുടെ മേലുള്ള വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മകനായി ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ അനുഭവമുള്ളവരായി മാറുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മുടെ പിന്നിലുള്ള വലിയ ഉദ്ദേശം, നമ്മളെ ആക്കിയിരിക്കുന്ന ഉദ്ദേശം. ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നമ്മുടെ പ്രവർത്തനം നടക്കുന്നില്ല. നമ്മൾ സിംഗാലയിൽ നാളെ പോയി ക്രിസ്തുവിനെ പോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കാനല്ല പറയുന്നത്, വിശ്വസിക്കാനാണ്. അതായത് വിശ്വസിക്കുമ്പോൾ ആശയത്തിന് വിരോധമായി എപ്പോഴാണ് വിശ്വസിക്കുന്നത്? നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ്? എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? റോമർക്കെതിരെ ലേഖനം 8:11 നോട്ട് ചെയ്യാമോ ആരെങ്കിലും? അത് പറ്റുമെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. റോമർക്കെതിരെ ലേഖനം 8:11 എങ്ങനെയാണ് നമ്മുടെ ആ ക്രിസ്തുവിന്റെ ലൈഫ് ദൈവം കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്നതല്ല ആത്മാവെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കും. അതായത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ വന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പാപം ചെയ്യുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എന്നെ ജീവിപ്പിക്കും. യേശുക്രിസ്തുവിനെ
മരിച്ചവരിൽ നിന്ന്, അതായത് കർത്താവ് മരിച്ചവരിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളെ ക്രിസ്തുവിനെ പോലെ ജീവിപ്പിക്കും. ആത്മാവിന്റെ ജീവിതം നമ്മൾ ജീവിപ്പിക്കും. അതാണ് നമ്മളിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. അതാണ് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നത്. അതാണ് നമ്മളെ ആ ഒരു ഡിസിപ്ലിൻ ലൈഫൊക്കെ, ക്രിസ്തുവിനെ പോലെ ഒരു ജീവിതമൊക്കെ, ആ സ്നേഹമൊക്കെ നമ്മൾ ആത്മാവാണ് ക്രിസ്തുവിനെ നമ്മളെ സ്നേഹിക്കുന്നത്. നമുക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ജൈവികമായിട്ടൊരു ലാഭം ഒഴിവാക്കി നമ്മൾ തീരുമാനമെടുത്ത് ഒന്നും വരുത്തില്ല. നമ്മുടെ കർത്താവിന്റെ പുരുഷൻ കാണുമ്പോൾ നമ്മൾ കാര്യം കുറച്ചുകൂടെ കാര്യം മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വിഭാഗമായി പ്രവർത്തിക്കുന്നു. പക്ഷെ ആ സ്നേഹം അപ്പൊ അത്രേ ഉള്ളു. ഒരു ലോകം കഴിവിനെ കൊണ്ടുവന്ന രീതിയിൽ അല്ലെങ്കിൽ തുറമാനെ ക്രിസ്തുവിനെ പോലെ കർത്താവിനെ അനുസരിച്ച് കർത്താവിനെ വിശ്വസിച്ച് അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരു ലൈഫ് ഇതിൽ കൊണ്ടുവരുന്നു. അതെങ്ങനെയാ കൊണ്ടുവരാൻ കഴിയുന്നത്? ആത്മാവിന് മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് നമ്മൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഞാൻ ഇപ്പോഴും അടിയാളിയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തു എന്ന് ജീവിക്കുന്നു. എന്റെ മധ്യ ശരീരത്തെ, എന്റെ അനുഭവങ്ങളുടെ ശരീരത്തിൽ നിന്ന്, എന്റെ കുറ്റങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് യേശുവിന്റെ സ്വഭാവം കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അമ്മ വഴക്കുവാനും അമ്മയുടെ ശരീരം എനിക്ക് പറ്റുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ആ ജീവൻ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മൾ ഓരോ വിശ്വസിക്കും എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. ഞാനും വിശ്വസിക്കുന്ന ഇതേ വിശ്വാസത്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എനിക്കും കർത്താവിനെ പോലെ ജീവിക്കാൻ പ്രത്യേക കഴിവുകളൊന്നുമില്ല. നിങ്ങളെ കാണുന്ന ഞാൻ ആരെങ്കിലും നിങ്ങള് മോശമാണോ അല്ല പറയുന്നത്. എല്ലാ മനുഷ്യരും ഒരേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിൽ ഈശ്വരനെ ലൈഫ് ആകെ കഴിയുള്ളൂ, ദൈവത്തിന്റെ ആത്മാവിനെ കഴിയുള്ളൂ. അതെങ്ങനെയാണ് വരുന്നത്? വിശ്വാസത്താലാണ് വേണ്ടത്. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആ ലൈഫ് നമ്മൾ കർത്താവിന്റെ ലൈഫ് നമ്മൾ അനുസരണമുള്ള ലൈഫ് നമ്മൾ വരുന്നത്. ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നത് ഫെയ്ത്താണ് നമ്മൾ എന്തുകൊണ്ടുവരുന്നത്, ആ ലൈഫ് കൊണ്ടുവരുന്നത്. ആകെ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനെ അല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ കഴിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ കഴിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം ആരാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്? ആത്മാവാണ് നമ്മളെ ജീവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ ക്രിസ്തുവിന്റെ ലൈഫ് കൊടുക്കുന്നത്, ജീവിതം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാണ്? പുനരുദ്ധാനം വിശ്വസിക്കുന്നത്. എപ്പോഴാണ് വിശ്വസിച്ചത്? എങ്ങനെയാണ്? പുനരുദ്ധാനത്തിലുള്ള പോലെ വിശ്വസിച്ചാണ് പറയുന്നത്. എപ്പോഴാണ് വിശ്വസിച്ചത്? ചുമ്മാ വിശ്വാസമല്ല. യേശു കർത്താവാണ് വിശാലും വിശ്വസിക്കുന്ന പത്രത്തിന്റെ ലേഖനം. യേശു ദൈവമാണ്, കർത്താവാണല്ല. യേശു ദൈവമാണ്, വിശാലും വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നുണ്ടോ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ട്? ഇല്ല. നിങ്ങൾ പേടിയുണ്ടോ? വിശാല് പേടിക്കുന്നു, അതുപോലും അല്ലീസ് വിശാല് യേശു ദൈവത്തിനാണ് അതിനെ പേടിച്ച് പറയുകയും നമുക്ക് അതുപോലെ. അപ്പൊ നമ്മളുടെ ആ വിശ്വാസം എങ്ങനെ ആയിരിക്കും? എപ്പോഴാണ് വിശ്വസിച്ചതുപോലെ പുനരുദ്ധാനത്തിലുള്ള പോലെ ഇല്ലായ്മയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുന്നത്. അതായത് ദൈവത്തിന് എനിക്ക് ഒരു നല്ല ക്രിസ്തുവിനെ പോലെ ആ ലൈഫിൽ കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. കർത്താവിനെ വിശ്വസിക്കുന്നു, കർത്താവിനെ ജീവിപ്പിക്കുന്നു പറഞ്ഞു. എന്ന വ്യക്തി അവൻ വിശ്വസിക്കുന്ന വ്യക്തിയിൽ നശിച്ചു പോകാൻ പറഞ്ഞു. അവൻ വിശ്വസിക്കുക നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി വിശ്വസിക്കുന്നവർ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം ജീവനെ കൊടുത്തത്. ഇതൊക്കെയാണ് പ്രോസസ്, ഇതൊക്കെയാണ് വാർത്തകൾ. ഇതിലാണ് ഉറപ്പ്. അപ്പോഴാണ് വിശ്വസിച്ച വാർത്തത്തിലാണ് വിശ്വസിച്ചത്. കണ്ണാണ് വിശ്വാസത്തിന് യഥാർത്ഥ നോളജ് നോളജിലാണ് ആ ഫെയ്ത്ത് വരുന്നത്. അതായത് ദൈവം ഇല്ലാത്തതുപോലെ വിളിച്ചു വരുന്ന കഴിവുള്ളവരാണ് വിശ്വാസം. ആ ഒരു അറിവിൽ നിന്നാണ്, നോളജിൽ നിന്നാണ് ആ വിശ്വാസം വരുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് യേശു ദൈവമാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. എന്താണ്? യേശു എന്നെ ജീവിക്കും. യേശു വിശ്വസിക്കുന്നതിലൂടെ എന്നിൽ ആ ലൈഫ് വരും. ഞാൻ യേശുവിനെ എനിക്ക് കൊടുത്തു, എന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല. യേശുവ ജീവിപ്പിക്കില്ല. ഞാൻ പൂർണ്ണമായി യേശുവിനെ ട്രസ്റ്റ് ചെയ്യും. ഒരിക്കലും എന്നെ നമ്മളോ പറയുന്നില്ല, എന്നെ കുട്ടികളായിട്ടില്ല, നമ്മളെ സഹിക്കത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. വിശ്വസിക്കുന്ന വിശ്വസ്തനായ കർത്താവ് പോഷകമായ മനുഷ്യനല്ല, ദൈവമാണ്. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? നമ്മുടെ ഈ ബലഹീന
നമ്മുടെ പുസ്തക നമ്മുടെ ഈ ശരീരത്തിന് ക്രിസ്തുവിന്റെ ലൈഫ് കൊടുക്കുക ദൈവത്തിന് കഴിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.